കാസർഗോഡ് ജില്ലയിലും വലിയ വിനാശം വിതച്ച് കനത്ത മഴ. മലയോര മേഖലയിലും കടലോര മേഖലയിലുമാണ് തോരാത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുന്നത്. തയ്യേനിയിൽ വലിയ തോതിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കർണാടക വനമേഖലയിലുണ്ടായ ഉരുൾപൊട്ടലാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത വിനാശം വിതയ്ക്കുന്നത്. ചിറ്റാരിക്കാൽ തയ്യേനി വായ്ക്കാനം ഭാഗത്തുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലിന്റെ കാഴ്ച ഭീതിതമാണ്. വലിയ തോതിലാണ് വെള്ളവും കല്ലും മണ്ണുമെല്ലാം മലയടിവാരത്തിലേക്ക് വന്നു പതിച്ചത്. കാര്യംകൂട് പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. പാലാവയൽ, പുളിങ്ങും ഉൾപ്പെടെയുള്ള പുഴയോരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. പാലാവയലിലെ പാലവും ടൗണും വെള്ളത്തിനടിയിലായി. അപകടാവസ്ഥ മുന്നിൽ കണ്ട് സമീപവാസികളായ പല കുടുംബങ്ങളെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ആരാധനാലയങ്ങളിലും ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ വെള്ളം കയറി. അടൂർ പാണ്ടി പ്രദേശത്തും മഴയുടെ കെടുതികൾ രൂക്ഷമാകുന്നുണ്ട്. ഇവിടുത്തെ തോടും പുഴയുമെല്ലാം കുത്തിയൊലിച്ച് നിറഞ്ഞു കവിയുകയാണ്. പള്ളിക്കരയുടെയും മുതുമയുടെയും കുമ്പളയുടെയും ഉപ്പളയുടെയും കടലോര മേഖലകളും ക്രമാതീതമായുള്ള തിരയടിച്ചിലിൻ്റെ ഭീഷണിയിലായി. ആർത്തലച്ചെത്തുന്ന കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് ഇരച്ചു കയറുകയാണ്. ജില്ലയിൽ ഇനിയും മഴ ശക്തമാകുമെന്നുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പരിഗണിച്ച് റാണിപുരം ഉൾപ്പെടെയുള്ള ഹിൽ സ്റ്റേഷനുകളിലും വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിലും മഴ അവസാനിക്കുന്നതുവരെ ഈ നിയന്ത്രണങ്ങൾ തുടരും. ഇത്തരം സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളിൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും ആവശ്യമായ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും പോലീസ്, തദ്ദേശ സ്വയംഭരണ ടൂറിസം വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചു. മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ ഈ നിയന്ത്രണങ്ങളെല്ലാം തുടരുമെന്നാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.